ബാർ കോഴ കേസിലെ വസ്തുതാ വിവര റിപ്പോർട്ടിൽ മന്ത്രി കെ.എം. മാണിക്കെതിരെ ശാസ്ത്രീയ തെളിവുകൾ. കോഴ നൽകിയ ദിവസം ബാർ ഉടമകളും കെ.എം. മാണിയും ഒരേ ടവറിന്റെ പരിധിയിൽ എത്തിയതിനും മാണിയുടെ പേഴ്സണൽ സ്റ്റാഫ് സിബിയുടെ നമ്പറിൽ നിന്ന് ബാർ ഉടമ കൃഷ്ണദാസിനെ വിളിച്ചതിനും വിജിലൻസിന് തെളിവുകൾ ലഭിച്ചു. 2014 മാർച്ച് 22-ന് ബാറുടമകൾ കെ.എം. മാണിയുടെ പാലായിലെ വീട്ടിലെത്തി ആദ്യ ഗഡുവായ 15 ലക്ഷം രൂപ കൈമാറിയെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. അന്നേ ദിവസം ധനമന്ത്രി കെ.എം. മാണിയുടെയും പണം കൈമാറാനെത്തിയ ബാറുടമകളുടെയും മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഒന്നായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കെ.എം. മാണിയുടെ യാത്രാരേഖകളിലും അദ്ദേഹം പാലായിൽ ഉണ്ടായിരുന്നതായി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നു. ബാറുടമകളെ മാർച്ച് 22-ന് കണ്ടിട്ടില്ലെന്ന ധനമന്ത്രിയുടെ വാദം വിശ്വസനീയമല്ല എന്നും വിജിലൻസ് SP സുകേഷിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മാണിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ സിബിയുടെയും ഔസേപ്പച്ചന്റെയും മൊബൈൽ ഫോണുകളിൽ നിന്ന് പണം നൽകാനെത്തിയ ബാറുടമകളിൽ ഒരാളായ കൃഷ്ണകുമാറിനെ വിളിച്ചതിന്റെ തെളിവുകളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. രാവിലെ 8:04-നും 8:08-നും ഇരുവരും കൃഷ്ണകുമാറിനെ വിളിച്ചതിന്റെ രേഖകളാണ് വിജിലൻസിന്റെ പക്കലുള്ളത്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2014 മാർച്ച് 22-ന് 2:30-നും 3:30-നും ഇടയിൽ ധനമന്ത്രി കെ.എം. മാണി തന്റെ കൊട്ടാരമറ്റത്തെ വസതിയിൽ വച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് വിജിലൻസ് SP സുകേഷിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് അടിവരയിടുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗതാഗത നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇരുചക്രവാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കണം. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി കാണണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. നിയമം ലംഘിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കണമെന്നും കോടതി വ്യക്തമാക്കി. നിയമം ലംഘിക്കുന്നവർക്ക് 2 മണിക്കൂർ നിർബന്ധിത കൗൺസിലിംഗ് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കാറുകളിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ദേശീയപാതകളിൽ പെട്രോളിംഗ് കർശനമാക്കാനും കോടതി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ദേശീയ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കെ വിഘടനവാദി സംഘടനയായ ഹുറിയത്ത് നേതാക്കളെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ ഈ മാസം 24-ന് ഡൽഹിയിലാണ് ചർച്ച. അതേ ദിവസം തന്നെയാണ് ഹുറിയത്ത് നേതാക്കളെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ വിഘടനവാദികളുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ഇന്ത്യ റദ്ദാക്കിയിരുന്നു. നടൻ പറവൂർ ഭരതൻ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 5:30-ഓടെ പറവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 10 മണിക്ക് ജന്മനാട്ടിൽ നടക്കും. രാവിലെ 5:30-ഓടെയാണ് മലയാള സിനിമയുടെ കാരണവർ പറവൂർ ഭരതൻ അന്തരിച്ചത്. മരണസമയത്ത് മക്കളായ പ്രദീപ്, മധു എന്നിവരായിരുന്നു കൂടെയുണ്ടായിരുന്നത്. സിനിമ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നും നിരവധി പേരാണ് പറവൂർ ഭരതന്റെ വടവുകാട് വസതിയിൽ അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ രാവിലെ മുതൽ എത്തിത്തുടങ്ങിയത്. ദോഹയിലുള്ള മകൻ അജയൻ എത്തിയതിനു ശേഷം നാളെ രാവിലെ 10 മണിയോടെ പറവൂർ ഭരതന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. 1940-കൾ മുതൽ കലാരംഗത്ത് സജീവമായ പറവൂർ ഭരതൻ 1951-ൽ രക്തബന്ധം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്തെത്തുന്നത്. അച്ഛന്റെ മരണത്തോടെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഭരതൻ മോണോ ആക്ട്, കഥാപ്രസംഗം, നാടകം, സിനിമ എന്നീ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു. 2004-ൽ ബഹദൂർ പുരസ്കാരം ലഭിച്ച പറവൂർ ഭരതന്റെ അവസാന ചിത്രം 2009-ലെ ചങ്ങാതിക്കൂട്ടമായിരുന്നു. എന്നും സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കലാകാരൻ പ്രായാധിക്യം ബാധിച്ചിരുന്നെങ്കിലും സിനിമയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായി സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കാണുന്ന സിനിമാ നടൻ ഭരതേട്ടനാണ്. പിന്നീട് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഒരുപാട് ചിത്രങ്ങളിൽ എനിക്ക് ഭരതേട്ടനോട് ഒന്നിച്ച് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി തന്നെയാണ് ഭരതേട്ടൻ എന്നെ കണ്ടിരുന്നത്. ഞങ്ങൾക്കെല്ലാം വളരെ ദുഃഖമുണ്ട്. തന്റെ കഴിവുകൊണ്ടും അഭിനവ പാടവം കൊണ്ടും എന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച പറവൂർ ഭരതൻ ഇനി ഒരിക്കലും മറക്കാത്ത ഒരു നിറമുള്ള ഓർമ്മയായിരിക്കും. ക്യാമറമാൻ അഭിലാഷ് നിലമ്പൂരിനോടൊപ്പം ബിജേഷ് നടുവിൽ. മലയിടുക്കിൽ സാഹസിക പ്രകടനം നടത്തുന്ന മമ്മൂട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇന്ത്യയിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ഷോലെ ചിത്രീകരിച്ച മലയിടുക്കിൽ ഒരു പരസ്യത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ പ്രകടനം. പ്രായം എത്രയായാലും യുവത്വത്തിന്റെ ചുറുചുറുക്ക് തന്നിലുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. മലയിടുക്കിൽ സാഹസിക പ്രകടനം നടത്തുന്ന മമ്മൂക്കയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ചുറുചുറുക്കോടെ അതിസാഹസികമായി മലയിടുക്കിൽ നിൽക്കുന്ന ചിത്രം മമ്മൂട്ടിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഒരു പരസ്യത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടിയായിരുന്നു മമ്മൂട്ടിയുടെ പ്രകടനം. ഇന്ത്യയിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ ഷോലെ ചിത്രീകരിച്ച മലയിടുക്കാണിത്. ഷോലയിലെ വില്ലൻ ഗബ്ബർ സിംഗിന്റെ അലർച്ച മുഴങ്ങിക്കേട്ട അതേ പാറക്കെട്ടുകൾ. ഷോലെ ചിത്രീകരിച്ച മലയിടുക്കുകൾ എന്നത് മാത്രമല്ല, ഷോലെ സിനിമയുടെ 40ാം വാർഷികം ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെയാണ് മമ്മൂട്ടിയുടെ പരസ്യവും ചിത്രീകരിച്ചതെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. കർണാടകയിലെ രാമങ്കരയിലാണ് ഈ പാറക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുൻപ് മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പുഷപ്പ് ചെയ്യുന്ന ഫോട്ടോയെ വെല്ലുമോ മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് ആർട്ട് കഫേ. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയെ തുടർന്ന് വാളയാർ ചെക്ക് പോസ്റ്റിൽ ആദ്യ ദിവസം പാൽ പരിശോധന നടന്നില്ല. നിർദ്ദേശം ലഭിച്ചില്ലെന്ന കാരണത്താൽ മൃഗസംരക്ഷണ വകുപ്പ് സാമ്പിളുകൾ എടുക്കാതെ വാഹനങ്ങൾ കടത്തിവിട്ടു. മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ പച്ചക്കറി പരിശോധന നിർത്തിവെച്ചാണ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ മാത്രം 2 ഷിഫ്റ്റിലായി എത്തിയത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 13 പേരും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരായി 6 പേരും. പാലിൽ മായമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പ്. ഇതിനുള്ള താൽക്കാലിക ലാബും സജ്ജം. എന്നാൽ പരിശോധിക്കാനുള്ള ഔദ്യോഗിക ഉത്തരവ് ലഭിക്കാതെ ആരംഭിക്കാനാവില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് നിലപാടെടുത്തു. പുറത്ത് ഫുഡ് സേഫ്റ്റി ജീവനക്കാർ കാത്തിരിപ്പായി. ഇതിനിടെ പാലുമായി എത്തിയ വണ്ടികൾ റോഡിലും. செக்கிங் இருக்குதுன்னு சொன்னாங்க. செக்கிங் 2 மணி நேரம் ஆச்சு. ஒன்றும் செக் பண்ணல. இது என்ன காரணம் தெரியல. ஆனால் உடனே போக சொல்லிட்டாங்க. செக் பண்ணாமே போக சொல்லிட்டாங்க. പാലിൽ കൊഴുപ്പ് കൂട്ടുന്നതിനും കേടുവരാതിരിക്കാനും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതായി മുൻ വർഷങ്ങളിൽ നടന്ന പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് കൂടുതൽ പാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഓണനാൾ വരെ പ്രത്യേക പരിശോധനാ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം വാളയാറിൽ നിന്നും AK ലതീഷ്. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന 8ാമത് അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് ഈ മാസം 20, 21 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൈബർ സമ്മേളനത്തിൽ വിവിധ അന്താരാഷ്ട്ര സംഘടനകളും കുറ്റാന്വേഷണ ഏജൻസികളായ NIA, റോ, CBI, IB തുടങ്ങിയവരിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സൈബർ സെൽ വിദഗ്ധരും പങ്കെടുക്കും. കൊക്കോൺ 2015 എന്ന പേരിലെ സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുമെന്ന് ദക്ഷിണമേഖല ADGP K. പത്മകുമാർ അറിയിച്ചു. സമ്മേളനത്തിന്റെ ലോഗോ നടി നമിത പ്രമോദ് പ്രകാശനം ചെയ്തു. ഹൈന്ദവ വിശ്വാസികൾ ഐശ്വര്യമായി കരുതുന്ന പൂങ്കാനൂർ പശുക്കിടാവ് കേരളത്തിലെത്തി. തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ് ഉടമ വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കുന്നന്താനത്ത് കന്നുകാലി ഫാമിലാണ് പൂങ്കാനൂർ പശു എത്തിയത്. ഏഷ്യയിലെ തന്നെ 100-ലധികം അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കളും ഈ ഫാമിൽ ഉണ്ട്. കലർപ്പില്ലാത്ത നാടൻ പച്ചക്കറി വളർത്താൻ നാടൻ പശു ഇനങ്ങളുടെ ചാണകം വളമാക്കുന്ന കൃഷിരീതിയാണ് കുന്നന്താനത്ത് തിരുവല്ല മഹാലക്ഷ്മി സിൽക്സ് ഉടമ TK വിനോദ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വിശാലമായ കന്നുകാലി ഫാമിൽ നടക്കുന്നത്. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ആദ്യ പയർവിത്തുകൾ പാകി ഫാമിൽ ഇതിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ തന്നെ അപൂർവമായി കാണപ്പെടുന്ന പൂങ്കാനൂർ പശു ഉൾപ്പെടെയുള്ള നിരവധി പശുക്കളുടെ ഇനങ്ങളാണ് ഈ ഫാമിലുള്ളത്. അപൂർവ ഇനം പശുക്കളെ വളർത്തുന്ന ഫാമിനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് വലിയ മെത്രാപ്പൊലിത്തയും സിനിമാ നടൻ കൃഷ്ണപ്രസാദും ചലച്ചിത്ര സംവിധായകൻ MA പത്മകുമാർ തുടങ്ങിയവർ അതിഥികളായി ഫാമിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനതിനം പശുക്കളുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗോശാലയാണ് വിനോദ് കുമാർ കുന്നന്താനത്ത് നടത്തുന്നത്. ഭാവി തലമുറയ്ക്ക് വഴികാട്ടിയാകുകയെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ നാടൻ പശുവും ജൈവ കൃഷിയും ഇതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെയുള്ള നമ്മുടെ പൈതൃകമായ പല കാർഷിക സംവിധാനങ്ങളും നമ്മുടെ പൈതൃകമായ ജൈവിക സമ്പത്തും ഒക്കെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അതുമൂലം പുതിയ തലമുറയ്ക്ക് ഈ രോഗാതുരമായ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സാമൂഹിക സിറ്റുവേഷൻ പശ്ചാത്തലം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഫാമിലെ പശുക്കൾക്ക് തികച്ചും സ്വാഭാവികമായ രീതിയിലുള്ള ആഹാരക്രമമാണ് നൽകുന്നത്. ഫാമിലെ പശുക്കളുടെ ചാണകം പൊടിയാക്കാനുള്ള ആധുനിക യന്ത്ര സംവിധാനം 15 ലക്ഷം രൂപ ചെലവിൽ ഇവിടെ സ്ഥാപിക്കാനും വിനോദ് കുമാർ ലക്ഷ്യമിടുന്നുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട 112 പശുക്കളാണ് വിനോദ് കുമാറിന്റെ ഗോശാലയിലുള്ളത്. ഏറ്റവും പുതിയ അതിഥിയായാണ് പൂങ്കാനൂർ പശു എത്തിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജകൾക്കും പൂങ്കാനൂർ പശുവിന്റെ പാലാണ് ഉപയോഗിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.